നോക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവര് പറയണത്. ഡോക്ടറാണോ നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്? അതെ അതെ, ഇറങ്ങിപ്പോന്നും അതേപോലെ അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അവരിനോട് സംസാരിച്ചത്. ഈ ഷഹലയുടെ വീടും ഈ സർക്കാർ ആശുപത്രി തമ്മിൽ വളരെ ദൂരമുണ്ടോ? പൊന്നാനി, എടപ്പാളിന്ന് പൊന്നാനിയാണ് ഞാൻ പോയത്. ഓക്കെ. അപ്പൊ ഈ ഷഹല രക്തം ഛർദ്ദിക്കുന്ന കണ്ടിട്ടും ഈ നോക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞതല്ലേ? അതെ അതെ. ഓക്കെ. അത് ഈ മറ്റുള്ള രോഗികൾ ഇത് കാണുന്നുണ്ടായിരുന്നോ? അതിന്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ അവര് ചെയ്യണേ, ഞങ്ങൾ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്ന് അപ്പൊ അവിടെ നിന്നിരുന്ന കുറച്ച് പേര് പറഞ്ഞു. ഈ പാമ്പ് കടിയേറ്റ് വന്നതാണെന്ന് അവർക്ക് അറിയാമായിരുന്നോ? അറിയാം, കാരണം 1 മാസം മുന്നാണ് എനിക്ക് പാമ്പ് കടിച്ച ഫയലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ നിന്നപ്പോഴും അവര് പറഞ്ഞത് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കാണ് ചെയ്തത്. പിന്നെ ഇവിടുന്ന് എഴുത്ത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവര് പറഞ്ഞത് എന്താണ് ഇതില് ഫിസിഷ്യനാണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾ തിങ്കളാഴ്ച ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് എനിക്കറിയണ്ട, എനിക്ക് ആ ഡോക്ടർ എന്താണെന്ന് ചെയ്തത് അതന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു കാഷ്വാലിറ്റി തന്നെ എഴുതി തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി പൊടി പുറത്ത് വല്ലാണ്ട് ഡയലോഗ് അടിക്കണ്ടെന്നാ ഡോക്ടറിനോട് പറഞ്ഞേ. ഈ ഷഹലയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞോ? അപ്പോ ഇല്ല, കാരണം എനിക്ക് ചെറിയൊരു മോനുണ്ട്, 1 വയസ്സായ മോനുണ്ട്. മോനുള്ളത് കാരണം എന്താണ് ഉമ്മാനും അകത്തേക്ക് കയറ്റിയിട്ടില്ല. അതില് പോലീസ് എങ്ങനെ ഇടപെട്ടു? അവിടെ പോലീസ് ഉണ്ടായിരുന്നോ? അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അയാൾ എന്നോട് അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് അയാളും സംസാരിച്ചത്. ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അയാളും പിടിച്ചിറക്കണ പോലെയാണ് അയാൾ ഇറക്കിയത് അവിടുന്ന്. ഈ ആശുപത്രിക്ക് എന്താ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു രോഗിയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ പാടില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഈ പെയിൻ കില്ലറും ഇഞ്ചക്ഷനും ഒക്കെ തന്നത്? ഞാൻ സ്റ്റേഷനിൽ പോയി, കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അവിടുന്ന് സാറിന്റെ മുന്നിൽ നിന്ന് ഞാൻ വൊമിറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് കണ്ടപ്പോ അവർക്കൊക്കെ ടെൻഷനായി. അവർ പെട്ടെന്ന് തന്നെ ഈ ഡോക്ടറെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടല്ല ഉണ്ടായിരുന്നു, പക്ഷെ അധികം അവർ വെയിറ്റ് ചെയ്തില്ല. എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി വേണ്ട കാര്യങ്ങൾ അവിടുന്ന് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ കാഷ്വാലിറ്റിക്കാണ് കൊണ്ടുപോയപ്പോ അവിടുന്ന് അവര് ബ്ലഡ് താൽക്കാലികമായിട്ട് നിൽക്കാനുള്ളത് ഒരു പെയിൻ കില്ലറും വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ട്രിപ്പ് ഇട്ട് കിടക്കുമ്പോ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ വന്ന് സംസാരിച്ചു. നിങ്ങൾ ഇവിടെ ആയിരുന്നു വരേണ്ടത്, അല്ലാതെ അവിടെ അല്ല പോകേണ്ടതെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് എനിക്കൊരു വീൽ ചെയർ പോലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പരാതി കൊടുത്തോ ആർക്കെങ്കിലും? ഞാനിവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പൊന്നാനി സ്റ്റേഷനിൽ. ജില്ലാ മെഡിക്കൽ ഓഫീസറിനോ അതല്ലെങ്കിൽ മന്ത്രിക്ക് നേരിട്ടോ ഒരു പരാതി കൊടുക്കണം. കാരണം ഈ ഇങ്ങനെ ബുദ്ധിമുട്ടി വരുന്ന രോഗികളെ പരിചരിക്കാനാണ് ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് സർക്കാർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. എന്തായാലും ഷഹല പരാതി കൊടുക്ക് കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളൊക്കെ കൂടെയുണ്ട് ധാർമ്മികമായിട്ട് സഹായിക്കാനും അല്ലാതെയും. ഓക്കെ, താങ്ക് യു ഷഹല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.